വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ എന്റെ ബ്ലോഗ് പറഞ്ഞാല് എന്റെ സോയി ബേബിന്റെ ബർത്ത്ഡേ പാർട്ടിയാണ്. ഞാൻ കഴിഞ്ഞ ബർത്ത്ഡേ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിട്ടേ എന്റെ പേർക്കോ സോയി ബേബിന്റെ ബർത്ത്ഡേ പാർട്ടി വെക്കാൻ പ്ലാൻ ഉണ്ട്. ആ പരിപാടിയാണ് ഇന്ന് രാവിലെ 7-8 മണിയാകുമ്പോഴേക്ക് സ്റ്റേജിൽ ഡെക്കറേറ്റ് ആക്കാൻ ആള് വന്നു. നമ്മളെ സ്റ്റേജെല്ലാം ചെയ്ത് ഡ്രീം ഡെക്കോർ എന്ന് പറഞ്ഞ ഒരു പേജാണ്. ഇവര് നല്ല വർക്കാണ്. സോയിന്റെ ബ്രൈഡൽ സെറമണിക്ക് ഇവരിനാക്കിയത്. ഇവരെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വേണ്ടവർ കോണ്ടാക്ട് ആക്കിക്കോ. അങ്ങനെ ഒരു പോകുമ്പോഴേക്ക് നിലത്ത് കാർപ്പറ്റ് പിരിക്കാൻ ആള് വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കാർപ്പറ്റ് പിരിക്കണുണ്ടായത് ഇവര് നേരത്തെ എത്തിയോണ്ട് ഫസ്റ്റ് സ്റ്റേജ് ആക്കി. ഫൈനലി ഇങ്ങനെയാന്നുണ്ടായത് സ്റ്റേജ്. അക്കെല്ലാം ഇഷ്ടപ്പെട്ടിന്. നമ്മളെ ഡ്രസ്സ് ഒരു ലാവൻഡർ ആണ്. ഞാൻ വെച്ച് സെയിം കളർ ആക്കിയിട്ടുണ്ടെങ്കിൽ പാങ്ങുണ്ടായില്ല. സോ ഞാൻ സ്റ്റേജിന്റെ കേർട്ടന് പർപ്പിൾ ആക്കിയത്. അങ്ങനെ കാർപ്പറ്റ് എല്ലാം പിരിച്ച് ഫുള്ള് പിരിച്ചിട്ടാകുമ്പോ എന്തോ ഒരു പാങ്ങനെ കാണാന് മുറ്റല്ലോ. പിന്നെ ബൊഫെ ആക്കിയത്. സോ അതിനുള്ള പാത്രം എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാനവിടെ നോക്കി ഫുള്ള് തിങ്കാക്കുന്നുണ്ടായത്. ഇത്രയും ചെറിയ പാത്രം ആയിട്ടുണ്ടെങ്കിൽ ഇവര് അതിൽക്ക് ചോറ് ഇട്ടുകൊണ്ടിരിക്കേണ്ടതാ എന്റെ മൈൻഡിൽ ഫുള്ള് പോയത്. ക്ലീനിങ് എല്ലാം ഇന്നലെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് പോയിന്റിലെടുക്കാനോ തുടക്കാനോ മാത്രമേ ഉണ്ടായത്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്ക് ആശ്രയിച്ചു. പിന്നെ ചായ എല്ലാം കൊടുത്ത് പിന്നെ പിള്ളമാര് കാറിലെല്ലാം റിബൺ ഒട്ടിക്കുന്നുണ്ടായത്. പിന്നെ ഒരു ഉച്ചയാകുമ്പോഴേക്ക് ഞാൻ കുളിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞ് മാറ്റിയാ പോരായിട്ട് അങ്ങനെ പുറത്തേക്ക് വരുമ്പോഴേ എല്ലാം സെറ്റ് ആയിട്ട് നല്ല വാങ്ങണ്ടേന് കാണാന്. ഇതൊക്കെ പരിപാടി എടുക്കുമ്പോ നമ്മളെ പേരെല്ലാം കാണാൻ എന്തോ ഒരു പാങ്ങല്ലേ. എന്റെ മാരേജിന്റെ ടൈം ഇങ്ങനെ കഴിഞ്ഞിട്ട് കുറെ ദിവസം മുമ്പിൽ എന്ത് പാങ്ങണ്ടേന് കഴിഞ്ഞിട്ട് വിചാരിച്ചു അതിലേ പാണേനു എന്ത് ഒരു വൈബന്നല്ലേ നല്ല പാങ്ങ്. പിന്നെ അങ്ങനെ എല്ലാരും തിന്നാനിരുന്ന് രാത്രി ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഉച്ചക്ക് സാമ്പാറും ചോറും പപ്പടവും അച്ചാറ് അങ്ങനെയെല്ലാം ആക്കിയത്. ഫസ്റ്റ് അളിയാ യാത്രിച്ചായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ ശേഷം എല്ലാരും ഇരുന്നു. പിന്നെ ഞാൻ 2-3 സാധനം മേങ്ങ പൊട്ടിച്ചിട്ടുണ്ടായിന്. അങ്ങനെ യാത്രിച്ച പോന്ത മേങ്ങ വേണ്ടിട്ട് അപ്പഴേക്ക് ഞാൻ ഷൂ എല്ലാം കഴിട്ട് വെയിലത്ത് ഉണങ്ങാൻ വേണ്ടിട്ട് പിന്നെ മുത്തലാക്കെല്ലാം വന്നിട്ടുണ്ടായിന് കുഞ്ഞിക്ക് ഗിഫ്റ്റ് കൊണ്ട് തരാൻ. അപ്പഴേക്ക് യാത്രച്ചാവൻ വന്ന് ഗിഫ്റ്റ് എല്ലാം അൺബോക്സ് ആക്കുന്ന ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണിക്കാം. അപ്പഴേക്ക് ഞാൻ പോയിട്ട് കുളിച്ചിട്ടില്ല വന്ന്. ഫസ്റ്റ് ഞാൻ മേക്ക് ഓവർ ആക്കാൻ പോകണം വിചാരിച്ചിട്ട് തന്നെ ഉണ്ടായത്. പിന്നെ അതിനുള്ള ടൈം കിട്ടിയിട്ട് പിന്നെ ഞാൻ പറഞ്ഞവര് ആ ടൈമിൽ അവൈലബിൾ ഉണ്ടായിട്ട. സോ ഞാൻ വിചാരിച്ച് പെരക്കത്തെ തന്നെ അല്ലേ ഫംഗ്ഷന്, പിന്നെ ഞങ്ങൾക്ക് തന്നെ ചെയ്യാ വിചാരിച്ച്. പിന്നെ ഗെറ്റ് റെഡീന്റെ ഫുൾ വീഡിയോ ആയിട്ട് എടുത്തിട്ടൊന്നുമില്ല, കുറച്ച് പാർട്ടായിട്ട് മാത്രമേ എടുത്തിട്ടു. ഫോണ് പിടിക്കുന്നതും മേക്കപ്പ് ആക്കുന്നതും കൂടിയിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിട്ട. പിന്നെ ടൈമും ഉണ്ടായിട്ട. എനിക്ക് ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു പുറത്ത് പോയിട്ട്. പക്ഷെ നടന്നിട്ട നല്ല മഴ സമയത്ത്. പക്ഷെ ഇട്ടായിട്ട് ആ മഴയെല്ലാം പോയി. ഞാൻ വിചാരിച്ചു ഫോട്ടോ എടുക്കാതാക്കാൻ വേണ്ടിട്ട് ആ മഴ പെയ്തത്. അങ്ങനെ ഞാൻ ഒരുങ്ങി. എന്റെ ഡ്രസ്സെല്ലാം എങ്ങനെയുണ്ട് കമന്റ് ഒക്കെ യാത്രച്ചതാ ഒരുങ്ങുന്നുണ്ട് ബാക്കിൽ നിന്നിട്ട്. ഞാൻ ഫസ്റ്റ് തന്നെ ഒരുങ്ങി. ഞാൻ വെച്ച് വീഡിയോ ഫോട്ടോ എല്ലാം എടുക്കാം, ബ്ലോഗിനും ഷോർട്സിനെല്ലാം വേണ്ടിട്ട് സെപ്പറേറ്റ് തന്നെ എടുക്കാൻ വെച്ച്. പക്ഷെ എന്തും നടന്നിട്ട. താഴെപ്പോ എല്ലാരും ഒരുങ്ങിട്ടായ എന്തോ അറിയില്ല ഒരുങ്ങിട്ടുണ്ടാവും. എനിക്ക് ഡ്രസ് അടി നടക്കാൻ കഴിയുന്നില്ല. വേർത്തിട്ട് വിളിച്ച് ജനറേറ്ററിന്റെ വെള്ളം വന്ന് ലൈറ്റെല്ലാം ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഏകദേശം മഴ പിടിച്ചിട്ടേ ഉണ്ടായിട്ടോ. സോയി പിന്നെ ഡ്രസ്സ് ഇട്ടിട്ട് എല്ലാം കൂക്കിയിട്ട് വെച്ചേക്കുന്നില്ല. ഞാൻ വിചാരിച്ചോളൂ ഗെറ്റ് റെഡിന്റെ വീഡിയോ എടുക്കുക അല്ലെങ്കിൽ മറ്റേ ഔട്ട്ഫിറ്റിന്റെ അങ്ങനെല്ലാം എടുക്കാൻ വെച്ചിട്ടുണ്ടായത്. എന്തോ ഓള് തമ്പിക്കുന്നതിനൊരു ഇട്ടപ്പം തൊട്ട് കരാൻ തുടങ്ങിയത്. നമ്മുടെ എനിക്ക് ഫുള്ള് ഡിസ്കസ് ആക്കുന്നുണ്ടായത് മഴ പെയ്യോ ഇല്ലാന്ന്. ആ സമയത്ത് പെയ്തിട്ടുണ്ടായിട്ടാ. അമ്മ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് എന്ത് കഥ അറിയാതെ. അങ്ങനെ പെട്ടെന്ന് നല്ല മഴ പെയ്തു. നമ്മളെ പരിപാടി കോളായി. മഴ നോക്കിയ മുറ്റത്തുണങ്ങാൻ പറ്റിയ ഷൂ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിന്. സോ നല്ല ചണ്ടിയായിന്. എല്ലാവർക്കും മഴ പെയ്യുന്നോണ്ട് നല്ല ബേജാറുണ്ടായിന്. പിന്നെ ചിരിയും വരുന്നു. നമ്മ പന്തലിട്ടിട്ടുണ്ടായിട്ടാ മിത്ത മഴ നിക്കാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പെയ്തിട്ടുണ്ടെങ്കിൽ പരിപാടി നടക്കില്ലല്ലോ. നമ്മ അങ്ങനെ ലേറ്റ് വെച്ചുകൊണ്ട് പന്തലിട്ട പാങ്ങുണ്ടാക്കി അടിച്ചിട്ട് പന്തലിടാതുന്നത്. നമ്മ 3 നാൾ ഒരുങ്ങിയിട്ട് എങ്ങനെയുണ്ട് നമ്മളെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്നല്ല കമന്റ് ആക്ക്. പിന്നെ സോയിന്റെ കഥ എന്തെന്ന് പറഞ്ഞാല് ഒരു ഹെയർ ബാൻഡോ എയർബോ എന്തു തലക്കടിയില്ല. ഷൂസ് ആട്ടെ എന്ത് ഷൂസെല്ലാം ഇപ്പോഴാണ് തുടങ്ങിയത്. ഓക്കെ എന്തെങ്കിലും ഇട്ടുകൊടുത്ത ആ സ്പോട്ടിന് കീച്ചിട്ട് ചാടും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മഴ നിന്ന് പിന്നെ കാർപ്പറ്റിലുള്ള വെള്ളം എല്ലാവരും കൂട്ടി അങ്ങോട്ടേക്ക് ആക്കി. ഈ ഒരു സൈക്കിൾ വെള്ളത്തില്ലേ ഇരുന്ന് ഇത് കറക്റ്റ് എന്റെ പേരെന്താ അറിയില്ല. അത് തന്നെ നമ്മ ഗിഫ്റ്റ് കൊടുത്താന്ന് സോയ്ക്ക് ബർത്ത്ഡേക്ക്. ഓക്ക് കിട്ടിയ വണ്ടിയിലെല്ലാം ഒക്കെ ഏറ്റവും കൂടുതൽ ഇരിക്കാൻ സ്റ്റീലെന്ന് തോന്നുന്നു. ഫുള്ളിയിൽ പിള്ളേരോട് റീലെടുത്തിട്ട് ഓട്ടിക്കാൻ പറയും. പിന്നെ അങ്ങനെ ഒരാളായിട്ട് എല്ലാം വരാൻ തുടങ്ങി. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് പ്രസന്റ് വെച്ച് ഐസ്ക്രീം പുഡിങ് എല്ലാം കൊണ്ട് വന്നിട്ടുണ്ടായിന്. ഹലോ ഗായ്സ്, പരിപാടിയൊക്കെ വെള്ളത്തിലാണ്. പ്രതീക്ഷിക്കാത്തൊരു മഴ പെയ്തു. മഴയൊക്കെ മാറിയിട്ടുണ്ട്.
എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു അവസ്ഥയിലാണ് ഗൈസ്. ആ ആ പരിപാടിയെല്ലാം അങ്ങനെയാണ് ഗൈസ്. ഇവിടെ കല്യാണത്തിനും മഴയാണ് ഗൈസ്. ഞാൻ ബ്ലോഗിലെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട് ഇളയനെ സ്വീപ്പാക്കുന്ന സോയി പിന്നെ കരയാനും കുൽമാലാക്കാനൊന്നും അങ്ങനെ നിറ്റൊന്നുമില്ല. ഫുൾ ടൈം വണ്ടി ഓടിച്ചോണുണ്ടായതോളം അങ്ങനെ പുറത്തേക്ക് ഇക്കല് കുറവ് വണ്ടി ഓടിക്കാൻ, ഉള്ളിൽ തന്നെ ഓടിക്കല്. ഇതെല്ലാരും കണ്ടിട്ട് ലേറ്റിലായിട്ട് ഭയങ്കര സന്തോഷം. വണ്ടിനാണെങ്കിൽ കീന്നുണ്ടായിട്ട കേക്ക് മുറിക്കുന്ന ടൈമിൽ മാത്രം ഉറക്കത്തണിപ്പിച്ചുകൊണ്ട് ചെറിയൊരു കുൽമാല ഉണ്ടായിന്. മുറിക്കാൻ നേരം നിന്നിട്ട. ബാക്കിയുള്ള ഫോട്ടോ എടുക്കാതെ നിന്ന് പ്രശ്നമൊന്നും ഉണ്ടായിട്ട. ഫുള്ള് വണ്ടിയിൽ തന്നെ ഉണ്ടായത്. ഒരു വണ്ടിയിൽ നിന്ന് ഒരു വണ്ടിയിലേക്ക് കയറുന്നത്. എന്തായാലും ഓള് ഫുള്ള് ഹാപ്പി ഉണ്ടായത്. മഴ ആയതുകൊണ്ട് തന്നെ എല്ലാരും വരാൻ നല്ല ലേറ്റ് ആയി. 8 മണിയായിട്ട് എല്ലാരും വന്ന് തുടങ്ങി ഉണ്ടായിട്ടു. ആർക്കും വീഡിയോയിൽ വരാൻ അത്ര ഇഷ്ടമല്ല. പക്ഷെ ഞാൻ ഇപ്രാവശ്യം എല്ലായിടത്തും എടുത്തിന്. അനക്കൂടെ കഴിയുന്നാളല്ലേ ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിനി. അല്ലെങ്കിൽ ഞാൻ ഇഷ്ടമില്ലാത്ത ആളെല്ലാം ഒഴിവാക്കലുണ്ട്. ഞാനിത് ഫുള്ള് ഓൺ വോയിസ് വീഡിയോ ആണ് എടുത്തത്. എഡിറ്റ് ആക്കുമ്പോൾ ശ്രദ്ധിച്ചത് ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് പാടുന്നത്. വോയിസ് ഓഫ് ആക്കിയിട്ട് വോയിസ് ഓവർ കൊടുത്തത്. ഈ ഒരു ജീപ്പ് എന്റെ ഉമ്മ സോയി കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്. പിന്നെ എന്റെ ബ്രദറിന്റെ ഓള് വന്നിട്ടുണ്ടായിരുന്നു പരിപാടിക്ക്. ഓളായിട്ട് ഇൻഷാല്ലാ നിക്കാഹ് ഉണ്ടാവും. ജസ്റ്റ് ചോക്ലേറ്റ് കൊടുത്തിട്ട് നോക്കി വെച്ചതേ ഉള്ളൂ. യോനാ നമുക്ക് ഫോട്ടോ വീഡിയോ എടുത്തിരുന്ന സഭാതട്ട്. നമ്മുടെ എന്ത് പരിപാടി നടന്നാലും യോന അധികം വീഡിയോ എടുക്കല്. യോൻക്കെല്ലാം എന്റെ വീഡിയോയിൽ വരാൻ ഭയങ്കര മടി. ഞാൻ വിടോ മുതലാക്ക യൂട്യൂബ് വ്ളോഗല്ലാണ്. പാട്ടിന്റെ സൗണ്ടിലും മുണ്ടുന്ന എന്തോ കേൾക്കുന്നില്ല. എല്ലാരോടും വെച്ച് മുണ്ടിട്ട് സൗണ്ട് പോയി. ഞാനിത് വീടെടുത്തോണ്ടിരിക്കുന്നതായിട്ട് ഫുഡ് തിന്ന അവർക്ക് നേരെ തിന്നാനേ കഴിയുന്നില്ല. വരുന്നവരോടെല്ലാം മുണ്ടിയിട്ട് എല്ലാരോടും ഇരിക്കി ചോറിക്കുന്നെല്ലാം പറഞ്ഞ് തിരക്കിലാണ് വേണ്ടത്. കാരണം ഞാനല്ലേ പെണ്ണിന്റെ ഉമ്മ അല്ലല്ല സോറി കുഞ്ഞിന്റെ ഉമ്മ. പെണ്ണെന്ന് പറയുമ്പോ ഇനിയോളം മംഗലത്തിൽ ഞാൻ ഇങ്ങനെ തന്നെയല്ലേ നിൽക്കേണ്ടത്. ഇൻഷാല്ലാ അപ്പളേക്കെല്ലാം ഞാൻ തൊണ്ടിയിട്ടുണ്ടാവും. പിന്നെ നമ്മളെ മൂന്നാളെ ഡ്രസ്സിന്റെ കഥ എന്താ പറഞ്ഞാല് ആന്റി സോയി ബേബിന്റെ പക്ക സെയിം കളറാണ്. പക്ഷെ ആസർച്ചാന്റെ വേറെ തന്നെ കളറ് ലൈറ്റ്. നമ്മളതിന് നല്ല ലൈറ്റ് പക്ഷെ ഇതില് വൈറ്റ് പോലെയുള്ളത്. അങ്കു സോയി ബേബിക്കാണ് ഫസ്റ്റ് ഡ്രസ്സ് എടുത്ത. പിന്നെ യാസർച്ചാക്ക് എടുക്കാൻ പോയത്. ലാസ്റ്റ് ടൈമിൽ പെരുത്തുമ്പോ കിട്ടിയിട്ടില്ല. ഷർട്ട് നോക്കി ഷർട്ട് മെറ്റീരിയൽ പോരാ. പിന്നെ എന്തുകൊണ്ട് കുർത്ത നല്ലതായിട്ട് ഇങ്ങനെ ഇട്ടത്. ഷർട്ട് നോർമൽ ഇപ്പൊ യൂസ് ആക്കുന്നല്ലേ. കുർത്തയല്ലേ കുറച്ച് നമുക്ക് ഹെവി ലുക്ക് തോന്നിക്കല്. പറഞ്ഞിട്ട് ബ്ലോഗ് എടുപ്പിക്കുന്നതല്ലോ. എന്റെ ബ്ലോഗിൽ എത്ര ഫാൻസ് അറിയും. ഓളോളം മാപ്പിള കാണാൻ വേണ്ടി എടുക്കാൻ പറഞ്ഞത്. പിന്നെ നമ്മ തിന്നാൻ പോയി. നല്ല പൈച്ചിട്ടുണ്ടായിന്. ലാസ്റ്റ് നമ്മ തിന്നത് നല്ല ലേറ്റ് ആയിന്. ഞാൻ ബിരിയാണിയാണ് തിന്നത്. ആശ്രയിച്ച പൊറോട്ട നൂഡിൽസ് ആണ് എന്തോ തിന്നത്. എനിക്ക് രാത്രി പൊറോട്ട അങ്ങനെ ശരിയാകുന്നില്ല. ഇങ്ങനെ ചോറിച്ച് ഞാനും മുത്തിലാക്ക ആശ്രയിച്ചാണ് ലാസ്റ്റ് ഉണ്ടായത്. ബാക്കി എല്ലാവരും തിന്നിട്ടായിരുന്നു. ഈ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് 2 months ആയി. ഞാൻ ഇത്ര നാള് വോയിസ് കൊടുക്കാതെ വെച്ചതോ. ഒന്നാമത് മടി, രണ്ടാമത് കുറച്ച് പ്രോബ്ലംസും ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം ഉണ്ടായിന്. അധികം ഹോസ്പിറ്റൽ കേസ് തന്നെ ഉണ്ടായത്. മാമാക്ക് ചെറുങ്ങനെ സുഖമില്ലാണ്ടായിന്. പിന്നെ അങ്കു സോയി ബേബി കേസച്ചക്കെല്ലാം ഒന്നാകെ പനി വന്നിട്ട് അങ്ങനെ ഉണ്ടായി. ഞാൻ കുറേ നാളായി വീഡിയോസ് എല്ലാം പോസ്റ്റ് ആക്കിയിട്ട്. ഷാമാൻറ്റിലാന്ന് ഫോണിന്റെ ഓളോട് ഞാൻ പറഞ്ഞ് എടുക്കണം, കുറച്ച് വീഡിയോസ് എല്ലാം എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഓളിൽ കൊടുത്തിട്ടുണ്ടായി ഫോണ്. അങ്ക് കപ്പിൾ വീഡിയോസ് സിംഗിൾ വീഡിയോസ് എല്ലാം എടുക്കണം എന്നെല്ലാം നല്ല ആശയുണ്ടായിന്. പിന്നെ ബേബിന്റെ മാത്രോ അങ്ങനെയെല്ലാം ഉണ്ടായിന്. എന്ത് നടന്നിട്ടാ തിരക്കായിട്ട്. അതിന്റെ ഇടയ്ക്ക് എന്റെ ബ്രദർ സ്റ്റേജിൽ കയറ്റി പാട്ടെല്ലാം പാടി ഓന്റെ ഓൾക്ക് ഡെഡിക്കേറ്റ് ആക്കിയിട്ട്. പിന്നെ വന്നാളെല്ലാം നിന്നിട്ട് ഫോട്ടോ എല്ലാം എടുത്ത്.
തോന്നുന്നു ശേഷം പിന്നെ കേക്ക് കട്ടാക്കാൻ അടിച്ചെല്ലാവരും പോകാൻ തുടങ്ങി. 10-10:30 നമുക്ക് കേക്ക് കട്ടാക്കാൻ വേണ്ടിയിട്ട്. അതിനിടയിൽ നമ്മൾ മൂന്നാല് സ്റ്റേജിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു പാട്ട് പാടാനും പറ്റും. പിന്നെ അവനോട് ഒരു കാര്യം ചോദിച്ചു, പിന്നെ ഡെലിവറി ആയ തൊട്ട് ഇപ്പൊ വരെ ഞാൻ ഇങ്ങനെ ബബ്ബായി അക്ക് മുന്നേ ചേച്ചി എന്തെല്ലാം പറയണെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിനി. പക്ഷെ ആടെ തിരിക്കുമ്പോ എല്ലാം അക്ക് തന്നെ സ്റ്റേജ് ഭയങ്കര പേടിയെന്നല്ല ഭയങ്കര ഷൈ ആണ്. ആളെല്ലാം കാണുമ്പോ അക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ. ആശ്രയിച്ചാൽ അതിന്റെ അപ്പുറത്തത്. പരിപാടി ഓൾമോസ്റ്റ് കഴിയാനാകുമ്പോഴേക്ക് സോയി എന്താക്കി കിട്ടിയ സൈക്കിളെല്ലാം കയറ്റി ഓട്ടാൻ തുടങ്ങി. ഓണാക്കിയൊക്കെ നീല്ല എത്ര വിളിച്ച് എടുക്കുമ്പോ കൂക്കുന്നത്. അപ്പൊ നമ്മളെ പരിപാടി ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞ് എല്ലാരും പോയി. എന്താ പറയല് പരിപാടി എങ്ങനെയുണ്ടായിന് അപ്പം കുഴപ്പമില്ല. ഫസ്റ്റ് മഴ പെയ്ച്ചിട്ടുണ്ടായിന്, പിന്നെ മഴയെല്ലാം പോയി. ഓക്കെ, പിന്നെ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ ഫംഗ്ഷനെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഫുഡെല്ലാം തോന്നിട്ട് കുറച്ചധികം ഫുഡ് ബാക്കി വന്നിട്ടുണ്ടായിന്. ഫസ്റ്റ് നല്ല മഴ ഉണ്ടാണ്ട് വിളിച്ച് എല്ലാവർക്കും വരാന്ന് കഴിഞ്ഞിട്ടാ. സോ എല്ലാവർക്കും ചോറ് പാക്കറ്റ് ആക്കി കൊടുക്കുന്നത്. ഇതാണ് മിനി ബ്ലോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കാന്ന്. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.